ഹായ്, നമ്മൾ ഈ കാണുന്നതാണ് തേജസ്വിനി പുഴ. നമുക്കറിയാം 1984 മെയ് മാസം 24-ാം തീയതി കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ജില്ലയായി രൂപീകൃതമായിരിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ കൂടിയാണ് ഈ പുഴ ഒഴുകുന്നത്. കേരളത്തിൽ 1984 മെയ് മാസം 24-ാം തീയതി രൂപീകൃതമായ കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ജില്ലയും കൂടിയാണ് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ല നമുക്കറിയാം സപ്തഭാഷാ സംഗമഭൂമി എന്നും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളും കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയും കൂടിയാണ് കാസർഗോഡ് ജില്ല. ആ കാസർഗോഡ് ജില്ലയിലെ സാംസ്കാരിക തലസ്ഥാനമായിരിക്കുന്ന നീലേശ്വരത്ത് നമ്മുടെ സൈലം PSC വരികയാണ്. നീലേശ്വരം ഹോസ്ദുർഗ് താലൂക്കിലാണ്. 1941 ജന്മിത്ത കുടിയാൻ വ്യവസ്ഥയ്ക്കെതിരെ നടന്ന കയ്യൂർ സമരങ്ങൾക്ക് പ്രസിദ്ധമാണ് ഹോസ്ദുർഗ് താലൂക്ക്. ഒപ്പം ഒന്നാം കേരള നിയമസഭയിൽ മന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് മത്സരിച്ചിരിക്കുന്ന മണ്ഡലം കൂടിയാണ് നമ്മുടെ നീലേശ്വരം എന്ന് പറയുന്ന മണ്ഡലം. അതോടൊപ്പം തന്നെ കേരളത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന സാമൂതിരിമാരുടെ രാജവംശങ്ങൾക്ക് കീഴിൽ കൂടിയാണ് നീലേശ്വരം രാജവംശം വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നീലേശ്വരം റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്. ഈ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നീലേശ്വരം KSRTC സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒരു 3 മിനിറ്റ് യാത്ര മാത്രമാണ് നമ്മുടെ സൈലം PSCയുടെ ഇവിടെ നീലേശ്വരത്തെ ഓഫ്ലൈൻ ക്യാമ്പസിലോട്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ ക്യാമ്പസിലോട്ട് പോകാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തെ നമ്മുടെ സൈലം PSCയുടെ ഓഫ്ലൈൻ ക്യാമ്പസിലാണ്. നമ്മൾ ഈ ഓഫ്ലൈൻ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വരുന്ന ജൂലൈ മാസം 31-ാം തീയതിയാണ്. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരായിരിക്കുന്ന നമ്മുടെ മൻസൂർ അലി സാറും ജെറിൻ സാറും ചേർന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം നിങ്ങൾക്ക് 1 മാസത്തെ ഫ്രീ ഡെമോ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റിയുടെ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. മറ്റു വിശദ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.